കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിന് ദോഷങ്ങളും വരാം. അതിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കമ്പ്യൂട്ടർ ശ്രദ്ധിക്കുന്നൊരു വ്യക്തി സാധാരണ അളവിൽ നിന്ന് ബ്ലിങ്ക് റേറ്റ്, അതായത് നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് വളരെ കുറവാണ് കണ്ടുവരുന്നത്. കാരണം എന്തോ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണ്. അതുകൊണ്ട് സാധാരണ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 10-15 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി 2-3 പ്രാവശ്യമേ ബ്ലിങ്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ ബ്ലിങ്കിങ് കുറയുന്നതുകൊണ്ട് കണ്ണ് കൂടുതൽ ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണുനീർമയം എപ്പോഴും നമ്മുടെ കണ്ണിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണിന് ആരോഗ്യം ലഭിക്കുകയുള്ളൂ. കണ്ണിന് തിളക്കം ഉണ്ടാകാൻ നമ്മൾ കേട്ടിട്ടില്ലേ? കണ്ണ് ഉണങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ AC റൂമിലിരിക്കുകയാണെങ്കിൽ കണ്ണ് ഉണങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഫാക്ടറാണ് നമ്മൾ മോണിറ്റർ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. ഇതുപോലത്തെ നമ്മുടെ ഓഫീസ് സെറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഐ ലെവലിലായിരിക്കും മോണിറ്റർ മിക്കവാറും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഐ ലെവലിൽ ഇരിക്കുന്ന മോണിറ്റർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണ് നോക്കിയാൽ മനസ്സിലാവും, കൂടുതലേറിയ കണ്ണിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വെള്ള ഭാഗം കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലിങ്ക് ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടും കണ്ണ് കൂടുതൽ തുറന്നിരിക്കുന്നതുകൊണ്ടും നമ്മുടെ കണ്ണ് ഡ്രൈനസ് കൂടാം. അതേസമയം നമ്മൾ ലാപ്ടോപ്പിലോട്ട് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ പോള കുറച്ചൊന്ന് താന്നു. അതായത് കണ്ണിൻ്റെ വെള്ളം നമുക്ക് കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. എക്സ്പോസ് പാർട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈനസും വളരെ കുറവാണ്. ഐഡിയൽ മോണിറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐ ലെവൽ വെച്ച് കൂടുതൽ എക്സ്പോഷർ വരുത്താതെ ഒരു 25 ഡിഗ്രീസ് താഴോട്ട് വന്ന് മോണിറ്റർ ഈ ലെവലിലോട്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് തോന്നും. നമുക്കതുകൊണ്ട് കമ്പ്യൂട്ടറിൽ കൂടുതൽ ടൈം വർക്ക് ചെയ്താലും വലിയ പ്രോബ്ലം തോന്നത്തില്ല. അതുകൊണ്ട് ഐ ലെവലിൽ നിന്ന് 25 ഡിഗ്രീസ് താഴെ വേണം ഏത് മോണിറ്ററും പ്ലേസ് ചെയ്യാൻ. അപ്പോൾ മോണിറ്റർ പൊസിഷൻ മാറ്റുന്നതുകൊണ്ട് കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കാൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ കൂടുതൽ ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഓർത്ത് കണ്ണൊന്ന് അടച്ച് വെക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ വെള്ളമയം കൂടും. വെള്ളമയം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ കൃഷ്ണമണിക്ക് രക്തക്കൊഴലുകളില്ല. അതുകൊണ്ട് ഓക്സിജൻ കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നാണ്. കണ്ണ് വെള്ളമയം കൊണ്ട് നനഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിന് ഓക്സിജൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ബ്ലിങ്ക് ചെയ്യുക. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മളിങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു മോണിറ്ററെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പം നമ്മുടെ ഫോക്കസ് അങ്ങനെ ഫിക്സ്ഡ് ആവും. അങ്ങനെയാണ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എവറി 20 മിനിറ്റ്സ്, അതായത് എല്ലാ 20 മിനിറ്റും നമ്മൾ ദൂരെ എങ്ങോട്ടേലും മാറി നോക്കി ഒരു 20 സെക്കൻഡ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മുടെ കണ്ണ് ഈ ലോക്കിൽ നിന്ന് അങ്ങ് മാറും. അതായത് ഈ അടുത്തിരിക്കുന്ന ഫോക്കസ് ലോക്കിൽ നിന്ന് മാറിയിട്ട് ഒരു 20 സെക്കൻഡ് ഡിസ്റ്റൻസിലോട്ട് പോയി കഴിയുമ്പോൾ കണ്ണിൻ്റെ ആ ഫോക്കസിങ് ഒന്നുകൂടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് വരും. ഇത്രയുമൊക്കെ ചെയ്യാമെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നുള്ള അസുഖത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം.